നമസ്കാരം. നമ്മൾ പലപ്പോഴും പലരും കേട്ടിട്ടുള്ളതാണ് രക്തസമ്മർദ്ദം കൂടി ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ, അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. എന്നാൽ അതിനൊപ്പം തന്നെ വളരെ പ്രാധാന്യപ്പെട്ട ഒന്നാണ് രക്തസമ്മർദ്ദം കുറഞ്ഞു പോകുന്ന അഥവാ ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. നോർമലായിട്ടുള്ള ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 തൊട്ട് 140/90 വരെയാണ്. എന്നാൽ രക്തസമ്മർദ്ദം കുറഞ്ഞു പോകുന്ന സാഹചര്യം, ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത് 90/60 അതിൽ താഴെയോ പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. ഇതിൽ അക്യൂട്ട് ഹൈപ്പോടെൻഷൻ ഉണ്ടാകുന്നത് അത് ചിലരിൽ കൂടുതലായിട്ട് രക്തസമ്മർദ്ദം അമിതമായിട്ടുള്ളവരിൽ കൂടുതൽ മരുന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് ഈ പറയുന്ന ബ്ലഡ് പ്രഷർ താണു പോവുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഷുഗർ ഉള്ളവർ, എന്തെങ്കിലും ഹൃദയ സംബന്ധമായ ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു വ്യക്തിയിൽ വളരെ പെട്ടെന്ന് തന്നെ ബ്ലഡ് പ്രഷർ താണു പോവാം. അതുപോലെ തന്നെ അക്യൂട്ട് സ്ട്രോക്ക് വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് ബ്ലഡ് പ്രഷർ താണു പോവുക, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കൂടുതൽ ചൂടുള്ള അവസ്ഥയിൽ ജോലി ചെയ്ത് ശരീരത്തിൽ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടായി നമ്മളുടെ ശരീരത്തിൽ ജലാംശം കുറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ ബ്ലഡ് പ്രഷർ താണു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. അല്ലെങ്കിൽ പാർക്കിൻസോണിസം പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരിൽ പെട്ടെന്ന് ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അപകടം, ആക്സിഡൻറ്റ്, ട്രോമയൊക്കെ ഉണ്ടായി നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് ധാരാളമായിട്ട് പുറത്തേക്ക് പോയതിന് ശേഷം നമ്മുടെ ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോവുക, അതേപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോവുക, ഇതൊക്കെയാണ് അക്യൂട്ട് ആയിട്ട് വളരെ പെട്ടെന്നുണ്ടാകുന്ന ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകുന്ന ഹൈപ്പോടെൻഷൻ, അക്യൂട്ട് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്ന ഇത്തരം സാഹചര്യങ്ങളിലാണ്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് തലകറക്കം തോന്നുക, കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുക, കൈകാലുകൾക്ക് പിരിപ്പ്, കുഴച്ചിൽ, നമ്മൾ ശരീരം തളർന്നു പോകുന്ന പോലെ തോന്നുക, കുഴയുക, നമ്മൾ വീഴുക എന്നുള്ള അവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാം. അതുപോലെ തന്നെ അമിതമായിട്ട് എക്സസൈസ് ചെയ്യുന്നവർക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അസുഖങ്ങളുടെ അടിസ്ഥാനത്തിലാണോ, നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ BP ചെക്ക് ചെയ്യുന്നത് പോലെ ഒന്ന് BP ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളുടെ BP 90/60 താഴെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും ആശുപത്രിയിൽ പോയി ഇതിനെന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടോ, ചിലപ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന വിളർച്ച, അനീമിയ പോലെയുള്ള അസുഖങ്ങളുണ്ടാകുക, അതായത് നമ്മളുടെ ശരീരത്തെ രക്തം മലത്തിലൂടെയോ മറ്റോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പുറത്തു പോകുന്നു, വിളർച്ചയുണ്ടാകുന്നു. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുക. ഹൃദയ സംബന്ധമായ നെഞ്ചിടിപ്പ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ECG എടുത്ത് നോക്കുക. അതുപോലെ തന്നെ മറ്റ് നമ്മളുടെ എന്തെങ്കിലും അസുഖങ്ങൾ, നമ്മളുടെ ശരീരത്തിൽ ലവണങ്ങളുടെ അളവ്, സോഡിയം ഇതുപോലെയുള്ള ലവണങ്ങൾക്കൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ കൊണ്ടുണ്ടാകുന്നതാണോ എന്ന് നോക്കുക, പരിശോധിക്കുക. ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ സാധാരണ ആളുകൾക്ക് ചിലപ്പോൾ യാതൊരു വിധമായ അസുഖമില്ലാതെ BP കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില മരുന്നുകൾ എന്ന് പറയുന്നത്, അവർ കിടക്കുന്നതെന്ന് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇരിക്കുന്നിടത്തുനിന്ന് ചാടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ പ്രധാനപ്പെട്ട നമ്മളുടെ ഈ പറയുന്ന രക്തസമ്മർദ്ദം കുറയുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് വീനസ് പൂളിംഗ് സിസ്റ്റമാണ്. അതായത് നമ്മളുടെ ശരീരത്തിലെ കാലിൽ ഞരമ്പുകളിൽ രക്തം കൂടിക്കിടന്ന് ഇരിക്കുന്നൊരവസ്ഥയിലാണ് ഇങ്ങനെ BP വളരെ പെട്ടെന്ന് കുറയുന്നത്. അപ്പോൾ നമ്മൾ കാലുകൾക്ക് ആവശ്യമായിട്ടുള്ള ചില എക്സസൈസുകൾ ചെയ്തു കൊടുക്കുക. ഒപ്പം അതുപോലെ തന്നെ കംപ്രസീവ് സ്റ്റോക്കിങ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മളുടെ BP നോർമൽ അവസ്ഥയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ശരീരത്ത് അമിതമായിട്ട് വെള്ളം കുറയുന്ന അവസ്ഥ ജലാംശം കുറയുന്ന അവസ്ഥ, ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. ഉപ്പിൻ്റെ അളവ് കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഭക്ഷണത്തിലൂടെ നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ അമിതമായിട്ട് കൂടുതലായിട്ട് നേരം ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കി ഒരു 3, 4, 5 തവണയായിട്ട് പലതവണ ഇടവിട്ട് ഭക്ഷണം കഴിച്ച് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലെ BP മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. BP കൂടുന്നത് പോലെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് BP കുറയുന്ന സാഹചര്യം. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുക. എല്ലാവർക്കും ആരോഗ്യം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.